കേരളത്തിൽ ക്രിസ്ത്യാനിറ്റി ഇപ്പോൾ ഗവൺമെൻറ് കണക്കനുസരിച്ച് ഏകദേശം 19%, 18.5% ക്രിസ്ത്യൻ ബിലീവേഴ്സ്, ക്രിസ്ത്യൻ ഫെയ്ത്ത് ഉള്ളവരെന്നാണ് അവസാനത്തെ സെൻസസിലൊക്കെ പറയുന്നത്. ഞാൻ ഈ ഓരോ പറയുന്ന വെർട്ടിക്കൽസ് എടുത്ത് നോക്കണം. ഞാൻ ഈ പറയുന്നത് സത്യമാണ്, കാരണം ഞാനിത് വ്യക്തമായി റിസർച്ച് ചെയ്ത ഒരാളാണ്. കാരണം ഇന്ത്യയുടെ സോഷ്യൽ ലൈഫും സോഷ്യൽ സെക്ടറും, അതായത് കേരളത്തെ പറ്റി ഞാൻ ശരിക്കും മനസ്സിലാക്കി പഠിച്ച ഒരാൾ, ശരിക്കും സമയമെടുത്ത് റിസർച്ച് ചെയ്ത സംഭവം. ഇപ്പം ചില ഇൻസിഡൻ്റ് ഒക്കെ ഞാൻ പറയുമ്പോൾ അപ്പം അതിന് നിങ്ങൾ എത്രമാത്രം ഒതൻറ്റിക്കേറ്റ് ചെയ്യുമെന്ന് കാരണം നിങ്ങൾ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യണം. കാരണം അതാണ് ബേസിക്കലി ഉണ്ടാകുന്നത്. അതായത് ഞാനിപ്പോൾ ഒരു ന്യൂസ് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾ ഫർദർ എത്രമാത്രം നിങ്ങളെ അത് പ്രൊവോക്ക് ചെയ്തിട്ട് നിങ്ങൾ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തു. ആ സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കിയിട്ട് ന്യൂസ് യു ക്യാൻ യൂസ്, അതാണ് അതിൻ്റെ ഫിലോസഫി എന്ന് പറയുന്നത്. അതായത് ആ ന്യൂസ് വെച്ചിട്ട് നിങ്ങൾക്ക് എത്രമാത്രം പഠിച്ച് നിങ്ങളുടെ ലൈഫിൽ അതനുസരിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. അത് പല സെക്ടറിലുമുണ്ട്, പലയിടത്തും. അപ്പം അതാണ് ഞാൻ ഈ ന്യൂസിൻ്റെ അനാലിസിസ് കൊണ്ട് ഞാൻ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, നിങ്ങൾ അതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്യണം. അപ്പം എനിക്ക് തെറ്റും പോരായ്മകളൊക്കെ ഉണ്ട്, ഞാൻ ഒരു മനുഷ്യന്. അപ്പം അതെല്ലാം തിരുത്താൻ അതുകൊണ്ട് സഹായിക്കും. അല്ലാതെ വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയൊന്നുമല്ല ഞാനിത് പറയുന്നത്. അപ്പം എൻ്റെ പോയിന്റ് കേരളത്തെ പറ്റിയ ഇപ്പം ഞാൻ ചില സംഭവങ്ങൾ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പം ഇന്ത്യൻ ക്രിക്കറ്ററായിരുന്നു ശ്രീശാന്ത്. അദ്ദേഹം മലയാളിയാണ്, ഇന്ത്യൻ ടീമിൻ്റെ പേസ് ബൗളറായിരുന്നു. അദ്ദേഹത്തെ ക്രിക്കറ്റ് മാച്ച് ഫിക്സിങ് IPLുമായിട്ട് ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഗ്രേറ്റ്. പിന്നീട് അദ്ദേഹം സാക്കേത്ത് ജയിലിൽ നിന്നാണ് അയാളെ തിഹാർ ജയിലിലോട്ട് റിമാൻഡ് ചെയ്യുന്നത്. തിഹാർ ജയിലിൽ നിന്ന് റിമാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം 1.5 മാസം 2 മാസം കഴിയുമ്പോൾ ശ്രീശാന്ത് കേരളത്തിൽ കൊച്ചി എയർപോർട്ടിൽ വരുമ്പോൾ നിങ്ങൾ കണ്ടു കാണും, ശ്രീശാന്തിൻ്റെ കയ്യിലൊരു ബൈബിളുണ്ട്. അത് കേരളത്തിൽ വലുതായിട്ട് ചർച്ച ചെയ്തോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ബൈബിൾ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ പല ആൾക്കാരോടും ചോദിച്ചു, എന്ത് പറ്റി ശ്രീശാന്തിന് ബൈബിളുമായിട്ടാണോ പരിപാടികളൊക്കെ തുടങ്ങിയേക്കുന്നത്? അപ്പം 1-2 പേരിനോട് പറഞ്ഞു, കൊച്ചിയിൽ ആ ഭാഗത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പം ആ ഇടപ്പള്ളി ഭാഗത്ത് ഒരു പള്ളിയുണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ ഇടയ്ക്ക് പോയി ഈ മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കക്ഷിയാണ് ശ്രീശാന്ത് എന്ന് 1-2 പേര് പറഞ്ഞു. അതായിരിക്കും കാരണമെന്ന് എന്നോട് സമർത്ഥിക്കുവാൻ ശ്രമിച്ചു. പക്ഷെ ഞാനത് വിട്ടില്ല, കാരണം എനിക്കതിൻ്റെ അകത്ത് കാര്യമായ പ്രശ്നമുണ്ടെന്ന് തോന്നി. കാരണം ഈ ഫറോനെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരാളെ ബൈബിളുമായിട്ട് വരുത്തൊന്നുമില്ല. കാരണം അത് എനിക്ക് കിട്ടിയൊരു കോമൺ സെൻസാണ്. എന്താണ് ഇതിൻ്റെ പുറകെ? ഞാൻ തിഹാർ ജയിലുമായിട്ട് ബന്ധപ്പെട്ടു. ഞാൻ എൻ്റെ വീടിൻ്റെ കുറച്ചടുത്ത് തന്നെയാണ് തിഹാർ ജയിൽ. ഞാൻ എൻ്റെ അടുത്ത് കിടന്നിട്ടുണ്ട് 1-2 ദിവസം. അപ്പം ഞാൻ തിഹാർ ജയിലിൽ പോയിട്ട് അവിടെ അറിയാവുന്ന 1-2 ആൾക്കാരുണ്ട്. കാരണം അവിടെ ഈ ആൾക്കാർക്ക് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്ന ഡൽഹി ഗവൺമെൻറ്റിൻ്റെ ഓഫീഷ്യൽസ്. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ, കാരണം ഈ പറയുന്ന വരുന്ന തടവുകാർക്ക് അവർക്ക് കൗൺസിലിങ്ങും പരിപാടിയും അവരുടെ ലൈഫൊക്കെ മാറ്റാൻ അവിടെ ഓഫീഷ്യൽസ് ഉണ്ട്. അപ്പം അതിന് 1-2 പേരുടെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം അവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് മനസ്സിലായത്, അപ്പോൾ കരോൾ ബാഗിലുള്ള ഒരു മലയാളി പാസ്റ്റർ സ്ഥിരമായിട്ട് തിഹാർ ജയിലിനകത്ത് ജയിൽ മിനിസ്റ്റർ ചെയ്യുന്ന ഒരാളാണ്. അതായത് തിഹാറിൽ വരുന്ന ഈ 10-12 വർഷം തടവ് വിധിച്ചൊക്കെ വരും, പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. ഇതിലൊരു ഭൂരിഭാഗം പേരും ഈ തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാന്ന്, ഞാൻ പറയുന്നത് ഈ ലോങ് ടേം തടവുകാരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവരെ നല്ലൊരു ശതമാനം ട്രാൻസ്ഫോം ചെയ്യുന്ന കാര്യത്തിൽ ഈ തിഹാർ ജയിലിലെ ജയിൽ മിനിസ്റ്റർ ചെയ്യുന്ന പെൻഡക്കോസ്റ്റുകാർ, ഞാൻ ആ വാക്ക് കോയിൻ ചെയ്യുകയാണ്, പല ആൾക്കാരും ചെയ്യുന്നുണ്ട്, അവർ സക്സസ് ആണ്. കാരണം ഇതെനിക്കറിയാവുന്ന ഡേറ്റയാണ്. പലരും സക്സസ് ആണ്, പിന്നീട് അവിടെ ആ ക്രൈമിലോട്ടൊന്നും തിരിച്ചു വന്നിട്ടില്ല. അപ്പം അതിൻ്റെ നിങ്ങൾക്ക് തെളിവെടുക്കാം. മദ്രാസിലെ മോൻ, അതായത് തിരുവല്ലയിൽ നടന്ന ഈ പ്രായമുള്ള ദമ്പതികളെ കൊന്ന കേസിലെ പ്രതി, പിന്നീട് അദ്ദേഹം ഈ പറയുന്ന ജയിലിൽ നിന്ന് ഇറങ്ങിയ സുവിശേഷകനായിട്ട് അദ്ദേഹം ഈ ജയിലിലാണ് ഇപ്പം മിനിസ്റ്റർ ചെയ്യുന്നത്. അങ്ങനെ ഒത്തിരി പല ആൾക്കാരുണ്ട് ജയിൽ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു വീഡിയോ ഞാൻ എൻ്റെ ഇൻ കേസ് നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാം, എന്തൊക്കെ ട്രാൻസ്ഫോർമേഷനാണ് ഇന്ത്യൻ ജയിലുകളിൽ. അതായത് ഞാൻ തിഹാർ മാത്രമല്ല പറയുന്നത്, മഹാരാഷ്ട്രയിലുള്ള ജയിലാണെങ്കിലും
ഗാസിയാബാദ് ഡൽഹിയുടെ അടുത്തുള്ള ദാസന ജയിലാണെങ്കിലും, കാരണം എനിക്കിവിടെ ആൾക്കാരുമായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പം എങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത്, അതിനെപ്പറ്റി വേറൊരു വീഡിയോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാം. അപ്പം ഞാൻ ഈ ശ്രീശാന്തിൻ്റെ കാര്യത്തിലോട്ട് വരാം. അപ്പോൾ ഈ ശ്രീശാന്ത് വരുമ്പോൾ പിന്നീട് അദ്ദേഹം വരികയും പിന്നീട് ശബരിമലയിലൊക്കെ പോകുന്നു, അങ്ങനെ പോകുന്നു. ഇറ്റ് ഈസ് ഗോയിങ് ലൈക്ക് ദാറ്റ്, ഫൈൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, നിങ്ങൾ ഈ കേരളത്തിൽ കാണുന്ന ഈ ഹിന്ദു മത വിശ്വാസികളെന്ന് നിങ്ങൾ ധരിക്കുന്നവർ, ഈ ഏകദേശം നിങ്ങൾ ധരിക്കുന്ന 10-12% ആൾക്കാർ, അതിൻ്റെ അകത്ത് നായേഴ്സിലുമുണ്ട്, ഈഴവ കമ്മ്യൂണിറ്റിയിലുമുണ്ട്, ഇവരൊക്കെ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആണ്. ഇപ്പം നിങ്ങൾ ചോദിക്കുക എന്താ ക്രിപ്റ്റോ ക്രിസ്ത്യൻ? ഇവർ വിസിബിളായിട്ട് എവിടെയും പറയുന്നില്ല, അവർ ക്രിസ്ത്യൻ ബിലീവേഴ്സാണ്. പക്ഷേ അവർ ക്രിസ്ത്യൻ പെൻഡക്കോസ്റ്റൽ ബിലീവേഴ്സ്, ഇവർ കാത്തലിക് ഒന്നുമല്ല, പെൻഡക്കോസ്റ്റൽ ബിലീവേഴ്സാണ്. ഞാൻ ഈ പറയുന്ന ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്നും നായർ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഈ പറയുന്ന ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്നും. അപ്പം അടുത്ത ചോദ്യം, ഇപ്പം ഞാൻ വേറൊരു ഉദാഹരണം പറയാം. എനിക്കറിയാവുന്ന ഫാമിലിയാണ്, രണ്ടുപേരും കപ്പിൾസായിരുന്നു, രണ്ടുപേരും ഒരു നായർ ഫാമിലിയിൽ നിന്നാണ്, അതായത് അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി. ഇവരുടെ പേരൻസൊക്കെ ഗൾഫിലായിരുന്നു. അപ്പോൾ ഒരാൾ കോഴിക്കോട് REC എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ ടെക് കമ്പനി കയറി. ആ പെൺകുട്ടി മറ്റൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ ബാംഗ്ലൂരിൽ പഠിച്ചിട്ട് ഇവിടെ ഒരു ടെക് കമ്പനി കയറി. ബാംഗ്ലൂരിലാണ് രണ്ടുപേരും ജോലി ചെയ്യുന്നത്. അതിനുശേഷം ഈ പെൺകുട്ടി ചെന്നൈയിലോട്ട് ട്രാൻസ്ഫർ ആയി. ഞാൻ ഇത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കാര്യമാണ് പറയുന്നത്. ഇവർ ഈ ജോലി ചെയ്ത സമയത്ത് ഇപ്പം ഇവർക്ക് പേഴ്സണൽ ഇഷ്യൂസൊക്കെ ഉണ്ട്. കാരണം രണ്ടുപേരുടെയും പേരൻസ് പുറത്തായിരുന്നു. ഞാൻ പറയുന്നത് കല്യാണത്തിന് മുമ്പ്. ഇവരേതൊക്കെയോ വശാൽ ഈ പറയുന്ന പെൻഡക്കോസ്റ്റ് ബിലീഫ്സിലായി. പക്ഷെ അത് അവരുടെ പേരൻസിനോട് പറഞ്ഞിട്ടില്ല ഇവർ. അപ്പം ഇവരുടെ പേരൻസ് ഈ ദുബായ് ഇങ്ങനെ മാട്രിമോണിയലും ദുബായ് ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് ഈ പറയുന്ന ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും കല്യാണം കഴിയുന്നു കേരളത്തിലെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച്. മനസ്സിലാക്കുക, ഇവർ രണ്ടുപേരും പെൻഡക്കോസ്റ്റൽ ബിലീവറാണ്. പക്ഷേ ഇവർ വീട്ടിൽ പറയാത്തതിൻ്റെ പേരിൽ ആരോടും പറഞ്ഞിട്ടില്ല. ഇവരുടെ കല്യാണം കഴിയുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഈ പയ്യൻ ഈ ഫസ്റ്റ് ഡേ ബെഡ്റൂമിൽ അയാൾ പ്രാർത്ഥിക്കുകയാണ്. അതായത് മുട്ടിൽ, അതായത് അയാളുടെ കാൽമുട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ബെഡ്റൂമിൽ ഇയാളുടെ ഭാര്യയും വന്ന് അടുത്തങ്ങിയിരുന്നു. ഇതെന്ന് അവർ ഒരുമിച്ചങ്ങ് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് രണ്ടുപേരും അറിയുന്നത് ഈ രണ്ടുപേരും പെൻഡക്കോസ്റ്റ് ബിലീവർ, പക്ഷെ കല്യാണം കഴിച്ച ഹിന്ദു രീതിയിൽ. ഇപ്പോഴീ രണ്ടുപേരെയും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ ഇവർ എനിക്ക് മെസ്സേജ് അയച്ചു. ഇവർ രണ്ടുപേരും സിയാറ്റിലാണ്. അതായത് വൈഫ് പുതിയ IT കമ്പനി ഇട്ടു, ഹസ്ബൻഡ് വേറെ IT കമ്പനി ഒരു സീനിയർ പോസ്റ്റിലാണ് രണ്ടുപേരും. അതേപോലെ കേരളത്തിൽ പലയിടത്തും ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള പല ഈ പിള്ളേർ, കാരണം പഠിക്കാൻ പുറത്ത് പോയി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പുറത്ത് പോയി കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരുന്നതിലും 20 മുതൽ 30% വരെ ഇവർ ഈ പറയുന്ന ക്രിസ്ത്യൻ ഫെയ്ത്തിലാണ്. നിങ്ങളത് മനസ്സിലാക്കുക. പക്ഷെ ഇവർ പറയുന്നില്ല. അപ്പം എൻ്റെ ഫാമിലി, അത് ഹിന്ദു ഒക്കെ നല്ല കാര്യം പറയുന്നത്, ഇനി എൻ്റെ ഫാമിലിയിലോട്ട് വരാം. ഇപ്പം എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഫാദറിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ബിലീവേഴ്സാണ്. പത്തനാപുരം ഫാദറിൻ്റെ സൈഡ്. അമ്മയുടെ സൈഡ് ഈ പാലക്കാട് മണ്ണാർക്കാട് ഭാഗമാണ്, അവർ ഓർത്തഡോക്സുകാരാണ്. ഇപ്പം എൻ്റെ ഫാദറിൻ്റെ സൈഡിൽ, അതായത് എൻ്റെ ജനറേഷൻ, അതിനകത്തുള്ള 60%, അതായത് എൻ്റെ ജനറേഷനിലുള്ള അവരും ഈ ഓർത്തഡോക്സ് ബിലീഫ്സിലല്ല, അവർ മുഴുവനും പെന്തക്കോസിൽ പോയി. ഇപ്പം എൻ്റെ അടുത്ത എൻ്റെ ഫാദറിൻ്റെ അനിയൻ്റെ മകൻ, അവൻ നേരത്തെ സൗദി അറേബ്യയിലായിരുന്നു. അപ്പം അതിനുശേഷം ഇവനും ഈ പെന്തക്കോസ്റ്റിലായി. അപ്പം അത് കഴിഞ്ഞിട്ട് ഇവൻ കല്യാണം കഴിച്ചു. ചിലപ്പോൾ അവൻ ഈ വീഡിയോ കാണുമായിരിക്കും. കല്യാണം കഴിച്ചു, അവനും തിരിച്ചു നാട്ടി വന്ന് അപ്പനോടൊക്കെ പറയുന്ന അവർ സമ്മതിക്കുന്നില്ല. ഓർത്തഡോക്സിൽ പോയി കുമ്പസാരിച്ചു. ഇവൻ്റെ വൈഫ്, അത് പ്രപ്പോസ്ഡ് മാരേജ് ആയിരുന്നു, നേഴ്സാണ്. അപ്പോൾ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു. ഇവരാ കല്യാണത്തിൻ്റെ സമയത്തെ ആ പള്ളിയിൽ വന്നിട്ടുള്ളൂ. ഇവർ പിന്നെ ഇപ്പോൾ അവർ കാനഡയിൽ സെറ്റിലായി. അവരും പെന്തക്കോസ്റ്റ്. അതായത് എൻ്റെ അപ്പൻ്റെ ഫാമിലിയിൽ നിന്ന് 60%
മുഴുവനും അറിവെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ പുതിയ കണക്കനുസരിച്ച് നോക്കിക്കഴിഞ്ഞപ്പം പുതിയ തലമുറയിൽ 75% പെന്തക്കോസ്റ്റിൽ പോയി. അതായത് ഓർത്തഡോക്സ് സഭ എന്നുള്ള അവർ നാട്ടിൽ വരുമ്പോൾ ഓർത്തഡോക്സുകാരനായിട്ടൊക്കെ നിൽക്കുന്നല്ലാതെ ഇവർ പെന്തക്കോസ്റ്റ് ബിലീഫ്സിലാണ് ബേസിക്കലി. ഇത് തന്നെയാണ് കേരളത്തിലെ സഭകളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ മറ്റൊരു കഥ പറയാം. അതായത് കുമളിയിൽ എൻ്റെ ഫ്രണ്ടുണ്ട് ഷിബു. ഞാൻ പേര് പറയുക, കാരണം ബാക്കിയൊക്കെ നിങ്ങൾ അന്വേഷിക്കണം, കണ്ടുപിടിച്ചോണം. അപ്പം ഷിബു എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിക്കൊരു ഹോം സ്റ്റേയും റിസോർട്ടൊക്കെ ഉണ്ട്. അപ്പം ഞാനവിടെ താമസിക്കാൻ പോയ സമയത്ത് ഷിബുവിൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, ഷിബുവിൻ്റെ പെങ്ങന്മാരൊക്കെ വന്നിട്ടുണ്ട് വിദേശത്തു നിന്ന്, അപ്പം താങ്കളെ അവർക്കൊന്ന് കണ്ട് പരിചയപ്പെട്ടാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞു. ഇതൊരു 2 വർഷം മുമ്പുള്ള സംഭവം. ഞാൻ വെറുതെ ഇരിക്കുക, ഞാൻ പറഞ്ഞാൽ പോയി കളയാമെന്ന് പറഞ്ഞു. അപ്പം അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഷിബുവിന് 5 സിസ്റ്റേഴ്സ് ഉണ്ട്. 5 സിസ്റ്റർ, ഒരു സിസ്റ്റർ ടീച്ചറാണ്. ആ ടീച്ചറിൻ്റെ ഹസ്ബൻഡ് അവിടുത്തെ പള്ളിയിലെ കാത്തലിക് പള്ളിയിലെ സെക്രട്ടറിയും ട്രസ്റ്റിയൊക്കെയാണ്. ബാക്കി 4 സിസ്റ്റേഴ്സ്, ഒരാൾ ഓസ്ട്രേലിയ, ഒരാൾ അയർലൻഡിൽ, ഒരാൾ US, ഒരാൾ ന്യൂസിലാൻഡിൽ. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ട് സമയത്ത് ഉണ്ടായ സംഭവമാണ്. ഇവർ സംസാരിച്ച് ഞാൻ ഈ പറയുന്ന ഈ ക്രൈസ്തവ വിശ്വാസവും ബിബ്ലിക്കൽ തോട്ട്സിലോട്ടും ടോപ്പിക്കിലോട്ടും മാറ്റി. അപ്പോഴാണ് അറിയുന്നത് ഈ പറയുന്ന 4 സിസ്റ്റേഴ്സും പെന്തക്കോസ്റ്റൽ ബിലീവറാണ്. അത് ഹാർഡ് കോർ കാത്തലിക്സിൻ്റെ കാര്യമേ പറയുന്നത്. പിന്നീട് അവിടെ ഇരുന്ന ഷിബുവിൻ്റെ മൂത്ത പെങ്ങളും അവർ കാത്തലിക്സ് പള്ളിയിൽ പോവുകയാണെങ്കിലും അവരും പെന്തക്കോസ്റ്റൽ ബിലീവറാണ്. നിങ്ങളതിൻ്റെ സംഭവം മനസ്സിലാക്കുക, എത്രമാത്രം തീവ്രമായിട്ടാണ് ഇത് കയറിപ്പോയേക്കുന്നത്. അതായത് കാത്തലിക്സിലാണെങ്കിലും ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ജാക്കോബൈറ്റ് കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ഇവരൊക്കെ പറയുന്ന ഓർത്തഡോക്സ് ജാക്കോബൈറ്റ് കാത്തലിക്സ് എന്നാണ്. പക്ഷെ ഇവരുടെ അടുത്ത ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇവർ പുറത്ത് പഠിക്കാൻ പോയി, ബാംഗ്ലൂർ പഠിക്കാൻ പോയി, മുംബൈയിൽ പഠിക്കാൻ പോയി, അല്ലെങ്കിൽ വിദേശത്ത് പോയി കഴിഞ്ഞാൽ കാര്യം ഉറപ്പിക്കുക, ഇവർ തിരിച്ചു വരുന്നതിൽ 70% പെന്തക്കോസ്റ്റ് ഫെയ്ത്തുമായിട്ടാണ് തിരിച്ചു വരുന്നത്. ഞാൻ ഉറപ്പിച്ചങ്ങ് പറയാം, കാരണം എൻ്റെ സർവേ റിപ്പോർട്ടുണ്ട്. അതേപോലെ അതുകൊണ്ടാണ് ഈ കാത്തലിക്സിൻ്റെ മെത്രാൻ പറഞ്ഞ് കൂടുതൽ കുട്ടികളെ പ്രസവിക്കണം. ബേസിക്കലി ഈ കാത്തലിക്സ് ആണ് ഇവരുടെ ബേസിക്കലി സഭകൾക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയമാണിത്. കാരണം സഭകൾ വിചാരിക്കുന്നത് ഇവർ ഈ പറയുന്ന മെത്രാന്, അച്ഛന്, ഈ സംഭവം അവരുടെയൊക്കെ പേരൻസ് അംഗീകരിച്ചു, പേരൻസിൻ്റെ പേരൻസ് അംഗീകരിച്ചു. പക്ഷെ പുതിയ ജനറേഷനും ഒരു 40-50 വയസ്സുള്ളവർക്ക് പല ചോദ്യങ്ങളുണ്ട്. പുതിയ ജനറേഷന് ഭയങ്കര ചോദ്യങ്ങളാണ് ബിലീഫ്സുമായിട്ട് ബന്ധപ്പെട്ട്. ഇതിന് ഉത്തരം കൊടുക്കുവാൻ നമ്മുടെ ഇന്നത്തെ എപ്പിസ്കോപ്പൽ സഭയിലെ ഒരച്ഛന്മാർക്കും ഒരു ബിഷപ്പുമാർക്കും കഴിയുന്നില്ല. കാരണം ഡിജിറ്റൽ യുഗമാണ്. ബൈബിൾ A to Z അരച്ച് കലക്കി പഠിക്കാം. ഇവർ ഈ പറയുന്ന സൺഡേ സ്കൂളിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിനകത്ത് കൃത്യമായിട്ട് ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചോദ്യങ്ങൾ വരുമ്പോൾ ഇതിന് സാറ്റിസ്ഫാക്ടറി ആയിട്ട് ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ ഉറപ്പായിട്ടും ഈ കുട്ടികളെല്ലാം ഈ ന്യൂ ജനറേഷൻ്റെ കാര്യം അവർക്ക് ഈ മതത്തോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അവർക്ക് കാത്തലിക്സ് ആയിരിക്കണോ അതൊന്നും അവർക്ക് താല്പര്യമൊന്നുമില്ല. അവർ വളരെ ഓണസ്റ്റ് വേയിലാണ് അവരുടെ സ്പിരിച്വൽ അതിനെ നോക്കിക്കാണുന്നത്. അതിനകത്ത് മുഴുവനും വെള്ളം ചേർത്ത് വെച്ചേക്കുവാണെന്നും ഈ പറയുന്ന സഭാവിശ്വാസം, അതായത് കാത്തലിക് വിശ്വാസമാണെങ്കിൽ ഓർത്തഡോക്സ് വിശ്വാസമായിട്ട് നോക്കി അതിൻ്റെ റിച്വൽസ് കാണുകയും ഇതിനകത്ത് മുഴുവനും ബ്ലണ്ടറാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയുകയും ചെയ്യുമ്പോൾ നോർമലായിട്ട് അവർ മാറും. അതുപോലെ പുതിയൊരു ജനറേഷനിൽ ഒരു ഭയങ്കര സ്പിരിച്വൽ വാക്യൂമുണ്ട്. അവർക്ക് പഠനമുണ്ട്, ജോലിയുണ്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഇവർ പലപ്പോഴും മെൻ്റലി ഭയങ്കരമായിട്ട് ചാഞ്ചാട്ടം ഉണ്ടാകാറുണ്ട്. അത് ഈ പണത്തിൻ്റെ സംഭവമൊന്നുമല്ല. ഇവർ എഡ്യൂക്കേറ്റഡാണ്, കുടുംബമുണ്ട്, എല്ലാം ഉണ്ട്. അവിടെ ആ സ്പിരിച്വൽ ആ സംഭവത്തിലോട്ട് അവരെ ഫില്ല് ചെയ്യുവാൻ വേണ്ടി ഇന്നത്തെ ഈ പറയുന്ന കാത്തലിക് സഭയ്ക്കും ഓർത്തഡോക്സ് സഭയ്ക്കും മർത്തോമ സഭയ്ക്കും CSI സഭയ്ക്കും സാധിക്കുന്നില്ല. ഇവിടെയാണ് പെന്തക്കോസ്റ്റൽ പെനട്രേഷൻ കയറി അടിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ ഓരോന്നും നിങ്ങളുടെ ഫാമിലിയായിട്ട് നോക്കിക്കോണം. നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ നിങ്ങൾ പുറത്ത് പറയുന്നില്ല. നിങ്ങൾക്കറിയാം അവർ ഈ വിശ്വാസത്തിലല്ല. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, പണ്ടൊക്കെ കൈമുത്താൻ, അതായത് ബിഷപ്പിനെ മുത്താൻ വേണ്ടി ഭയങ്കര തള്ളായിരുന്നു. നിങ്ങളിത് കണ്ടിട്ടുണ്ടോ? ഇപ്പം ആൾക്കാരൊന്നും പോകുന്നില്ല.
ആൾക്കാർ കൈമുത്താൻ പോയിട്ടില്ല എങ്കിൽ ആ പള്ളി വരുന്ന പേരിന് വേണ്ടി, എന്ത് പേരിന് വേണ്ടി? അവൻ്റെ വീട്ടുകാരെയും നാട്ടുകാരെയും ബോധിപ്പിക്കണം അവൻ ആ സഭയിലാണ്. പക്ഷെ ബേസിക്കലി ഇവനൊക്കെ പെൻഡക്കോസ്റ്റ് ബിലീഫ്സിലാണ്. ഒരു 5 വർഷം കൂടെ കഴിയുമ്പോൾ ഇത് പൂർണ്ണമായിട്ട് എക്സ്പോസ് ആയിട്ടങ്ങ് മാറും. ഇതാണ് ഉണ്ടാക്കാൻ പോകുന്ന ഏറ്റവും വലിയ സത്യം കേരളത്തിൽ. ഇതുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഇപ്പം ലാറ്റിൻ കാത്തലിക്സ് എടുക്കാം, അതായത് കോസ്റ്റൽ ബെൽറ്റ്, അതായത് ഈ ഭാഗം എറണാകുളം കഴിഞ്ഞ് ഇപ്പുറത്തെ ഭാഗം ട്രിവാൻഡ്രമായിട്ട് ഇങ്ങനെ ചേർന്ന ഭാഗം വലിയൊരു ശതമാനം ലാറ്റിൻ കാത്തലിക്സ് എന്ന് പറഞ്ഞത് പെൻഡക്കോസ്റ്റൽ ബിലീഫ്സിലോട്ട് പോയി. മർത്തോമ സഭയുടെ കാര്യമേ പറയണ്ട. മർത്തോമ സഭയിൽ ഇന്ന് കാണുന്ന അവർ സഭയിൽ കൂടി നടക്കുന്ന 50% മുകളിൽ പള്ളിയിൽ വരുന്നെന്ന് മാത്രമേ ഉള്ളൂ. അവരും പെൻഡക്കോസ്റ്റ് ബിലീഫ്സിലാണ്. ഇതാണ് ബേസിക്കലി കേരളത്തിലെ എപ്പിസ്കോപ്പൽ ചർച്ചിനെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. ഇനി ഈഴവ കമ്മ്യൂണിറ്റി എടുത്തു നോക്കുക. കാരണം ഈഴവ കമ്മ്യൂണിറ്റി അവർ ബാക്ക്വേർഡാണ്. പിന്നെ അതേപോലെ കേരളത്തിലെ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ്, അതിനെപ്പറ്റി ഞാൻ പറയാം. അതിനെപ്പറ്റി ഞാൻ ഇൻ ഡീറ്റെയിൽ, അതായത് ഈഴവ കമ്മ്യൂണിറ്റിയും ഈ ഷെഡ്യൂൾ കാസ്റ്റ് ഈ കമ്മ്യൂണിറ്റിയെ പറ്റിയും അവർക്കുണ്ടായ മാറ്റം എങ്ങനെയാണ് സംഭവിച്ചത് അത് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും.